السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹദീദിലെ 26 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെയായി നമ്മൾ കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് 27 മുതൽ ശ്രദ്ധിക്കുക. ഖുർആനിന്റെ തഫ്സീറുള്ള ആളുകൾ അതിന്റെ 195-ാമത്തെ പേജിൽ നിന്നാണ് ഓതുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قفينا على آثارهم برسلنا وقفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. ഒരായത്താണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. ഒരൽപ്പം ചില കാര്യങ്ങൾ വിശദീകരിച്ച അമാനിമകളുടെ തഫ്സീർ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് ക്ലാസ്. ഒരൽപ്പം വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്, അതൊന്ന് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രവാചകന്മാരെ നിയോഗിച്ച വിഷയമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തിനും നാം സൂചിപ്പിച്ചത്. വ്യക്തമായ തെളിവുകളുമായിട്ട് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു, അവർക്ക് ഗ്രന്ഥം നൽകി, അതേപോലെ തന്നെ ഓരോ മുഅ്ജിസത്തും കാലഘട്ടത്തിനനുസരിച്ച് നൽകി. നൂഹ് നബിയെയും ഇബ്രാഹിം നബിയെയും ശേഷമുള്ള പല പ്രവാചകന്മാരും ഈ 2 നബിമാരുടെ തലമുറകളായിട്ട് വരികയും ചെയ്തു. അഥവാ നൂഹ് നബി തൊട്ട് ഇബ്രാഹിം നബി വരെയുള്ള പ്രവാചകന്മാരൊക്കെ നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്. പിന്നീട് അങ്ങോട്ട് ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അതുകൊണ്ടാണ് ജൂതന്മാര് ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണെന്ന് വാശി പിടിക്കുന്നത്, ക്രൈസ്തവർ ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണെന്ന് പറയുന്നത്. മാക്കാന ഇബ്രാഹിം യഹൂദിയം വല നസ്രാനിയ. ഇബ്രാഹിം നബി ജൂതനല്ല, ക്രൈസ്തവനല്ല, നസ്രാനിയല്ല എന്ന് അള്ളാഹു വിശദീകരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അഥവാ ഈ 2 പ്രവാചകന്മാരിൽ നിന്നാണ് ശേഷമുള്ള നബിമാരൊക്കെ വന്നത്. ഖുർആൻ മറ്റുള്ള ഭാഗങ്ങളിലും അത് വിശദീകരിക്കുന്നുമുണ്ട്. വജഅൽനാ ഫീ ദുർരിയ്യതിഹി നുബുവ. ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ നാം നുബൂവത്ത് നൽകി, പ്രവാചകന്മാരെ നിയോഗിച്ചു. വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ. അതേപോലെ നൂഹ് നബിയെ കുറിച്ചും പറഞ്ഞു, നൂഹ് നബിയുടെ സന്തതിയിൽ നിന്നാണ് നാം പിന്നീട് ബാക്കിയായ അവശേഷിപ്പുള്ള പ്രവാചകന്മാരെ ഉണ്ടാക്കിയത് എന്ന്. ഈ 2 പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, സുമ്മ ഖഫൈന, തീർച്ചയായും സുമ്മ ഖഫൈന, പിന്നെ നാം തുടർത്തി അയച്ചു, തുടർന്നങ്ങോട്ടയച്ചു. അല ആസാരിഹിം, അവരുടെ അസറുകളിൽ. അസർ എന്ന് പറഞ്ഞാൽ അല്ലേ, പിന്നെ ആ പരമ്പരയിൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും അവരുടെ കാലടിപ്പാടുകൾക്ക് പിന്നിലായിട്ട്. നമ്മൾ പറയില്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു അസറ് ബാക്കി വെക്കണം, നമ്മൾ മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയാണ് എന്ന്
മനസ്സിലാക്കുന്ന ഒരു അസർ നന്മയായിട്ട് വേണം. മരിച്ചാലും ഖബറിൽ ബാക്കിയാകുന്ന നന്മകൾ, അതാണ് ആസാറുകൾ. ഖുർആൻ സൂറത്തു യാസീനിൽ പറഞ്ഞില്ലേ, വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചതും അവരുടെ കാലടിപ്പാട് പിന്നീട് അവർ ബാക്കി വെച്ചതും നാം എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ثم قفينا على آثارهم, അവരുടെ കാൽപ്പാടിൽ കൂടി അവർ വിട്ടേച്ചു പോയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർ മരിച്ചുപോയി. പക്ഷെ ആ കാൽപാദങ്ങളിൽ കൂടി നാം തുടർച്ചയായി അയച്ചിട്ടുണ്ട് ബിറുസുലിന, നമ്മുടെ ദൂതന്മാരെ. വഖഫൈന, നാം തുടർച്ചയായി അയക്കുകയും ചെയ്തു, നാം തുടർന്ന് അയക്കുകയും ചെയ്തു. ബിഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ നാം പിന്നീട് നാം തുടർത്തി അയക്കുകയും ചെയ്തു. വആതൈനാഹു, അദ്ദേഹത്തിന് ഈസാ നബിക്ക് നാം നൽകി. അൽ ഇൻജീല, ഇൻജീൽ നൽകി. വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഉഹു, വജഅൽനാ, നാം ആക്കുകയുമുണ്ടായി. ഫീ ഖുലൂബിൽ ലദീന, ചിലരുടെ ഹൃദയങ്ങളിൽ, ആരുടെ? ഇത്തബഉഹു, ഖുലൂബിൽ ലദീന ഇത്തബഉഹു, ഈസാ നബിയെ പിന്തുടർന്നവരുടെ, പിൻപറ്റിയവരുടെ കൽബുകളിൽ നാം ആക്കുകയും ഉണ്ടാക്കുകയും ചെയ്തു. റഫത്തൻ, റഫത്ത് എന്ന് പറഞ്ഞാൽ കൃപ, സ്നേഹം, അലിവ്, ഇതൊക്കെയാണ്. റഫത്തുണ്ടാക്കി അവർക്ക്, അല്ലെ, അവരുടെ മനസ്സുകൾ, അവർക്ക് നാം കൽബുകളിൽ കൃപയുണ്ടാക്കി, ദയ, അലിവുണ്ടാക്കി. വറഹ്മ, കാരുണ്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ വറഹ്ബാനിയ, ഒരു തരം പൗരോഹിത്യം, സന്യാസത്തെയും. ഇബ്തദഉഹ, അവരത് പുതിയതായിട്ടുണ്ടാക്കി. അല്ലാഹു തആല പറയുന്ന ഒരു ഭാഗം നൂഹ് നബി, അതേപോലെ തന്നെ ഇബ്രാഹിം നബി, അവരുടെ അസറുകളിൽ നാം തുടർച്ചയായിട്ട് കുറേ പ്രവാചകന്മാരെ നിയോഗിച്ചു. ഒന്നാമത് പറഞ്ഞു. പിന്നെ പറയാണ് വഖഫൈനാ ബിഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ നാം പിന്നീട് തുടർന്നയച്ചു. വആതൈനാഹുൽ ഇൻജീൽ, അദ്ദേഹത്തിന് ഇൻജീലും നൽകി. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെ പ്രത്യേകത വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന ഇത്തബഉഹു റഅഫതൻ വറഹ്മ, അദ്ദേഹത്തെ പിൻപറ്റിയവരുടെ ഖൽബുകളിൽ ദയയും കൃപയും കാരുണ്യവും ഉണ്ടാക്കി. പിന്നെയോ വറഹ്ബാനിയതൻ ഇബ്തദഉഹ, ആ ക്രൈസ്തവർ ഈസാ നബിയെ പിൻപറ്റിയ ആളുകൾ പുതിയതായിട്ട് ഒരു തരം സന്യാസത്തെ ഉണ്ടാക്കി. അതിന്റെ പ്രത്യേകത മാ കതബനാഹ അലൈഹിം, മാ കതബന, അല്ലാഹു പറയാ, നാം അവർക്കത് നിയമമാക്കിയിട്ടില്ല, അലൈഹിം, അവരുടെ മേൽ, ഇല്ല ബിത്തിആ റിദ്വാനല്ലാഹ്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അവര് ചെയ്തു എന്നല്ലാതെ, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അവര് ചെയ്തു എന്നതല്ലാതെ, അങ്ങനെ ഒരുതരം പൗരോഹിത്യം, ഒരുതരം സന്യാസ ജീവിതം നാം ഉണ്ടാക്കിയിട്ടില്ല. എന്നാലോ ഫമാ റഅൂഹ, അവരതിനെ പരിപാലിച്ചില്ല. ഹഖ്ഖ റിആയതിഹ, പരിപാലിക്കേണ്ട രീതിയിൽ. റിആയത്ത്, അല്ലേ, നമ്മളിപ്പോൾ കേട്ട ഹദീസല്ലേ, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും റിആയത്തുള്ളവരാണ്, പരിപാലനം ഏറ്റെടുത്തവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതിഹി, റിആയത്തുൽ ഐതാം എന്നുള്ളതാണ് ഇവിടെ ജമിയ ഖൈറിയയുടെ കീഴിലെ ഈ യതീം മക്കളൊക്കെ സംരക്ഷിക്കുകയാണെങ്കിൽ റിആയത്തുൽ ഐതാം, യതീമിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന, അതാണ് നിനക്ക് ആ പദം. ഇവരാകട്ടെ ഈസാ നബിയെ പിൻപറ്റിയ ചിലർ ഒരുതരം സന്യാസ ജീവിതം പുതിയതായിട്ടുണ്ടാക്കി. ഞാനത് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ആ ഉണ്ടാക്കിയ വിഷയമാകട്ടെ ഫമാ റഅൂഹ ഹഖ്ഖ റിആയതിഹ, അതിനെ പരിപാലിക്കേണ്ട രീതിയിൽ അവർ പരിപാലിച്ചിട്ടുമില്ല. അങ്ങനെ ഫആതൈനൽ ലദീന ആമനു, വിശ്വസിച്ചവർക്ക് നാം നൽകി, മിൻഹും, അവരിൽ നിന്നും, ഈസാ നബിയെ പിൻപറ്റിയ വിശ്വസിച്ചവർക്ക് നാം നൽകുകയും ചെയ്തു. അജ്റഹും, അവരുടെ കൂലി. വകസീറും മിൻഹും, അവരിൽ അധികം ആളുകളും ഫാസിഖൂൻ, ദുർനടപ്പുകാരാണ്, തെറ്റുകാരാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഒരൽപ്പം സുദീർഘമായ ആയത്താണ്. ഇത്രയേ ഉള്ളൂ. ഈസാ നബി, നൂഹ് നബി, ഇബ്രാഹിം നബി, അവരിലൂടെയാണ് പ്രവാചകന്മാരൊക്കെ വന്നത്, സന്താന പരമ്പരകളിൽ. ഈസ, എന്നിട്ട്
ഇവരിൽ നിന്ന് ഇബ്രാഹിം നബിയിൽ നിന്ന് പിന്നീട് മുഹമ്മദ് റസൂലുള്ള വരെയുള്ള എല്ലാ നബിമാരെയും നിയോഗിച്ചു. റസൂലുള്ള വരുന്നതിന് തൊട്ട് മുമ്പുള്ളത് അല്ലെ ഈസാ നബിയാണ്. ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി. അങ്ങനെ ഈസാ നബി അള്ളാഹ് നിയോഗിച്ചു, ഇഞ്ചീലും കൊടുത്തു. ഈസാ നബിയെ പിൻപറ്റിയ ആളുകൾക്ക് കൃപയും അലിവും കരുണയും ഒക്കെ കൊടുത്തു. പിൻപറ്റിയ ചില ആളുകൾ ഒരുതരം സന്യാസ ജീവിതം പുതിയതായിട്ടുണ്ടാക്കി. ഇതാകട്ടെ അള്ളാഹ് നിയമിച്ചതൊന്നുമല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അവർ സ്വന്തം ചെയ്ത പണിയാണത്, അള്ളാഹ് നിയമിച്ചതല്ല. എന്നാൽ ആ പണിയിൽ പോലും അവരാകട്ടെ കൃത്യമായിട്ട് അതിനെ പരിപാലിച്ചില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവസാനം പറഞ്ഞതോ, അവരിൽപ്പെട്ട വിശ്വസിച്ചവർക്ക് നാം കൃത്യമായ കൂലി നൽകി, ബഹുഭൂരിപക്ഷം ആളുകളും ഫാസിഖീങ്ങൾ തന്നെയാണ്. ഇതാണ് ഉമാനി മൗലവി ഇതിൻ്റെ ഓരോ ഭാഗത്തും വിശദീകരിച്ചത്. പ്രവാചകന്മാർ നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും സന്താന പരമ്പരകളിൽ വന്നു. ഇനി അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിലായി. എന്നിട്ട് ഈസാ നബിയെ പ്രത്യേകമായിട്ട് എടുത്തു പറയാണ്, ഇഞ്ചീൽ കൊടുക്കുകയും ചെയ്തു അല്ലേ. അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റുന്ന ആളുകൾ എല്ലാ നിലക്കും അള്ളാഹുവെ ഖൗമിനെ ബഹുമാനിച്ചു, ആദരിച്ചു ഒക്കെ ചെയ്തു. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ഈസാ നബിയെ പിൻപറ്റുന്നു എന്ന് പറയുന്ന ആളുകൾ പിൻപറ്റുന്നത് ആദരിച്ച് ആരാധനയുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരാരും ഈസാ നബിയെ മോശക്കാരനാക്കാനല്ല ചെയ്തത്. ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ഒക്കെ പറഞ്ഞത് ഈസാ നബി ഇകഴ്ത്താനല്ല അവരുടെ മനസ്സിൽ. ക്രിസ്ത്യാനികൾ അതുകൊണ്ട് വഴി പിഴച്ചുപോയത്, അവർക്ക് പിഴവ് പറ്റിപ്പോയിട്ടുണ്ട്. ജൂതരെ പോലെ അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ രീതിയിലല്ല അവരെ പറ്റി പറഞ്ഞത്, അവർ പിഴച്ചോരാണ്. ഈസാ നബി ആദരിച്ച് ആരാധിക്കുന്നു. ഈസാ നബിയുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഈസാ നബിയെ പ്രയാസപ്പെടുത്തുന്ന നേരത്ത് ഈസാ നബിയെ സഹായിക്കാൻ ഒരു വിഭാഗം ഹവാരിയങ്ങൾ ഉണ്ടായി. അവർ ഈസാ നബിയെ സ്നേഹിക്കുന്ന ആളുകളാണ്. അവരാണ് ഈസാ നബിക്ക് വേണ്ടി എന്തും ചെയ്തത്. ഈ സ്നേഹിച്ച വിഭാഗത്തിൽ നിന്ന് പിന്നീട് രണ്ട് കഷ്ണമായിപ്പോയി. ഒരു വിഭാഗം സ്നേഹിച്ച് ആദരിച്ചു അതൊരു ആരാധനയിലേക്ക് എത്തി. മറ്റൊരു വിഭാഗം പറഞ്ഞു അങ്ങനെയല്ല, ഈ സ്നേഹം ആദരവ് ആരാധനയിലേക്ക് എത്തരുത് എന്ന് പറഞ്ഞ് ഒരു നല്ലൊരു വിഭാഗം ആ നിലക്കാവുകയും ചെയ്തു. ഭൂരിഭാഗം ആളുകളും പിഴച്ചു പോവുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, അള്ളാഹു എന്നിട്ട് ആദ്യം പറഞ്ഞത് ഇഞ്ചീൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചീൽ കൊടുത്തു, അവരുടെ കൽബുകളിൽ പഠിച്ചു റഹ്മത്ത് ഉണ്ടാക്കി കൊടുത്തു, റഫത്ത് ഉണ്ടാക്കി കൊടുത്തു, കൃപയും അലിവും ഉണ്ടാക്കി കൊടുത്തു. ഇത് പഠിച്ചോ കൊടുത്തതാണ് ആ സമുദായത്തിൽ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ സ്വഭാവത്തെ പറ്റിയും പറഞ്ഞു അല്ലേ. വല്ലദീന മഅഹു, റസൂലുള്ളാഹിന്റെ കൂടെയുണ്ട് അല്ലേ. ഒരു വിഭാഗം അവരുടെ പ്രത്യേകത റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ അങ്ങേയറ്റത്തെ കരുണയുള്ളവരായിരിക്കും. വിശ്വാസികൾ അങ്ങനെയാ വേണ്ടത്. റസൂലുള്ളാഹി എത്രയോ ഹദീസുകളിലുണ്ട്. നമ്മളും അങ്ങനെയാ വേണ്ടത്. വിശ്വാസികൾ മസലുൽ മുഅ്മിൻ അല്ലേ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹിമിഹിം വതലാതുഫിഹിം, സ്നേഹത്തില് അലിവില് കൃപയില് കരുണയിലൊക്കെ ഒരൊറ്റ ബിൽഡിംഗ് പോലെയാണ് എന്നൊരു ഹദീസിൽ, കൽ ജസദി ഒരൊറ്റ ശരീരം പോലെയാണ് എന്നുള്ള ഹദീസ് വേറെ ഭാഗത്ത്. അല്ല, എന്താണ് ഒരൊറ്റ ബിൽഡിങ്? ഒരു വലിയൊരു ബിൽഡിങ് അതിങ്ങനെ നിൽക്കുന്നത് അതിനിടയിൽ വെച്ച ഇഷ്ടിക കട്ടകൾ അത് ഓരോന്നോരോന്ന് ചേർന്ന് നിൽക്കുമ്പോഴാണ് വലിയ ബിൽഡിംഗായി മാറിയത്. ഇങ്ങനെയായിരിക്കണം വിശ്വാസികൾ ഉണ്ടാകേണ്ടത്. എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഞാൻ എൻ്റെ കാര്യം നോക്കുക എന്നുള്ളതല്ല, ഞാൻ എൻ്റെ കാര്യത്തിൽ മാത്രം ചിന്തിക്കുക എന്നുള്ളതുമല്ല. എല്ലാവർക്കും ആർക്കെന്ത് വിഷമങ്ങൾ പറ്റിയാലും അത് എൻ്റെ വിഷമം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരൊറ്റ ശരീരം പോലെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരൊറ്റ ശരീരം പോലെ. ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ അല്ലേ, ശരീരം ഉറക്കൊഴിച്ചുകൊണ്ടും പരിപാലിച്ചിട്ടും അതിനോട് അനുകമ്പ കാണിക്കും. നമ്മുടെ ശരീരത്തിൽ കാലിൽ ചെറിയൊരു മുറിവുണ്ട്. ആ മുറിവുണ്ടായി കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല, ചിലപ്പോൾ പനി വരുന്നത്. എന്താ, ഈ മുറി കാരണമാണ് പനിച്ചത്. ആ മുറിയോട് കാണിക്കുന്ന അനുകമ്പയാണ്. വിശ്വാസികൾ അങ്ങനെയായിരിക്കണം. ലോകത്ത് ആർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും വിശ്വാസികൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം ഉണ്ടാകണം. അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ലല്ലോ, അതൊന്നും എനിക്കുള്ളതല്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറലല്ല. സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഈസാ നബിയെ പറ്റിയും പറഞ്ഞു. അദ്ദേഹത്തിൽ വിശ്വസിച്ച പിൻപറ്റിയ ആളുകൾക്ക് പടച്ചോ ഒരു കാരുണ്യം കൊടുത്തു. അമാനി മൗലവി പറയുന്നുണ്ട്. എന്നിട്ട് അഥവാ തഫ്സീറുകളിലൊക്കെ ഈ വിഷയം കാണാം. ആ കൊടുത്ത കൃപയുണ്ടല്ലോ, അവരിന്ന് പിഴച്ചുപോയ സമുദായമാണെങ്കിലും പല ലക്ഷ്യങ്ങളുണ്ടെങ്കിലും എന്തായിരുന്നാലും ഇന്നും ചികിത്സ രംഗത്താകട്ടെ, പാവങ്ങളെ സഹായിക്കുന്ന വിഷയങ്ങളാകട്ടെ, ഇതൊക്കെ ഈസാ നബി അവർക്ക് വേണ്ടി ഒരുപാട് ശക്തമായി ഉപദേശിച്ച ആ കാര്യങ്ങളായി എന്നതുകൊണ്ട് തന്നെ ഇന്നും പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിലും ജീവകാരുണ്യ രംഗത്തുള്ള വിഷയങ്ങളിലും ഒക്കെ എന്തുണ്ട്, ആ സമുദായം പലരും മിഷണറിമാർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. മതപ്രബോധനം ഒരു ലക്ഷ്യം അവർക്കുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അവർ സഹായിക്കുന്നവർ, തുടങ്ങുന്ന ഒരു ഹോസ്പിറ്റലാകട്ടെ, അവർ ഇന്ന മതക്കാർക്ക് വേണ്ടി മാത്രമൊന്നും ആയിരിക്കില്ല. അവിടെ അവരും കൂലി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസം പിഴച്ചു പോയിട്ടുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. തഫ്സീറിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ഭാഗം അഥവാ ഇത്തരം ഒരു മെന്റാലിറ്റി ഈസാ നബി ആ ഖൗമിനെ പഠിപ്പിച്ചത് അത് തുടർന്നു പോരുന്ന വിഷയത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിശ്വാസികൾ ചെയ്യുന്നവരുണ്ട്, പക്ഷേ കുറവുണ്ടാകുന്നു എന്ന് തഫ്സീറുകളിലൊക്കെ, ആധുനിക തഫ്സീറുകളിലൊക്കെ രേഖപ്പെടുത്തും. നമ്മളായിരുന്നു ഏറ്റവും മുമ്പിൽ വേണ്ടത്, നമ്മൾ ചെയ്യുന്നുണ്ട് നാടുകളിൽ. എന്നിരുന്നാലും വിശ്വാസികൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായവർ മുഴുവനായിട്ടും സക്കാത്തെങ്കിലും കൊടുത്താൽ ഈ ഖൗമിങ്ങനെ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് കൈനീട്ടുന്ന അവസ്ഥ ഈ ഖൗമിൻ്റെ ഉള്ളിൽ ഒരാൾക്കും ഉണ്ടാകില്ലായിരുന്നു. മുസ്ലിങ്ങളിൽ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ കൃത്യമായി സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഖൗമ് കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. പക്ഷെ നമ്മളെ ഖൗമാണ് ഇത്രയും കൈനീട്ടുന്നതും. നാട്ടിലൊക്കെ കൊടുക്കുന്നൊരു ഭാഗത്തിന് വേറെയുണ്ട്. പക്ഷെ ഭൂരിഭാഗം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതാ പറയുന്നത് അല്ലേ. അതാ നിലക്ക് സഹോദരങ്ങളെ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ മനസ്സിലായത്, ഈസാനുള്ള ഉപദേശം കേട്ടിട്ട് അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞ് ഇന്ന് വേഗം പുറപ്പെടുത്ത് കിടന്ന് ഉറങ്ങുകയല്ല വേണ്ടത്. ഞാൻ എങ്ങനെ ആകണ്ടേ, ഞാനല്ലേ എങ്ങനെ ആകേണ്ടത്? ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ സമുദായം റസൂലുള്ളാഹിയുടെ സമുദായം, നമ്മളല്ലേ ഉത്തമരാകേണ്ടത്? യഥാർത്ഥ മുസ്ലിം അങ്ങനെയല്ലേ? പ്രയാസങ്ങൾ അല്ലേ, നിനക്കുള്ള വിഷയങ്ങൾ നീ മറ്റുള്ളവർക്കും എത്തിക്കുമ്പോഴാണ് നീ ശരിക്കത്തക്കൊരു നീ ഒരു മുസ്ലിമാകുന്നത്. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമ്പോഴാണ് നിന്റെ പ്രയാസങ്ങൾ അല്ലാഹ് തീർക്കുന്നത്. ഒരാളുടെ ബുദ്ധിമുട്ട് നീ കുറച്ചു കൊടുക്കുമ്പോഴാണ് നിന്റെ ബുദ്ധിമുട്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് കുറക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. സ്നേഹവും കൂട്ടുകെട്ടും ഒക്കെ പണത്തിന്റെ പേരിൽ മാത്രമാണ്. പണം ഉണ്ടോ, അവന്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ കൂടെ അവനുമുണ്ട്. പണം ഇല്ലേ, എനിക്ക് അവനെ വേണ്ട, അവൾക്ക് എന്നെ വേണ്ട, ഇത് നമ്മൾ ആ നിലക്കാണ് ജ്യേഷ്ഠാനുജന്മാര് പോലും ഇന്ന് കാണുന്നത്. പണമുള്ള അനിയൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ട്, പണം ഇല്ലാത്ത കാക്കാനടുത്തൊരു മനുഷ്യനില്ല. സഹോദരങ്ങളെ, വിശ്വാസികൾ അങ്ങനെ ആകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകളിൽ കാണാം. അതാ നിലക്ക് മനസ്സിലാക്കുക. അപ്പൊ പടച്ചോൻ കൊടുത്തതാണ് ഒരു കാരുണ്യ മനോഭാവം, ഒരലിവ് ഇതവർക്കുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. നമ്മളും അതിനേക്കാൾ അപ്പുറത്തുണ്ടാകണം. ഇനി അവിടെ ഒരു പ്രത്യേകത, ഒരു റഹ്ബാനി, ഇതൊരു സന്യാസ ജീവിതം എന്ത് ചെയ്തു, പിഴച്ചുപോയ വിഷയത്തിൽ ഒന്നതാണ് ക്രൈസ്തവർക്ക് പറ്റിയത്. ഒരു തരം സന്യാസ ജീവിതം ഒരു പുതിയതായിട്ടുണ്ടാക്കി. ക്രൈസ്തവരിൽ ഇന്നും പലരും അനുഭവിക്കുന്നത് കല്യാണം കഴിക്കാൻ പാടില്ല അല്ലേ, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ മണവാട്ടി എന്ന പേരിലും, അതേപോലെ തന്നെ കല്യാണം അത് പാടില്ല എന്നുള്ള രീതിയിലുമൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്ത ഒരു തരം സന്യാസ ജീവിതം, ഒരു തരം ആരാധനാ മനോഭാവം ഇന്നുമുണ്ട്. 24 hours നോമ്പ്, ഒന്നും കുടിക്കാൻ പാടില്ല അല്ലെ, ഒന്നും തിന്നാൻ പാടില്ല, അങ്ങനെ 3 ദിവസം 4 ദിവസം ഒക്കെ എടുക്കണം ഇന്നുമുണ്ട് അല്ലെ. നമ്മളെ കൂട്ടുകാർക്ക് ചിലപ്പോൾ പറയുന്നതാണ്, എനിക്ക് 3 ദിവസം നോമ്പായിരുന്നു, പച്ചവെള്ളം കുടിച്ചിട്ടുള്ളൂ 3 ദിവസത്തിൽ അല്ലേ. ചില അത്തരം നേർച്ചകൾ, അതേപോലെ ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരുപാടുണ്ട്. പിന്നെ അമാനിയുടെ തഫ്സീറിൽ തന്നെ കാണാം, കുടുംബജീവിതം ഉപേക്ഷിക്കുന്നു, വിവാഹം കഴിക്കാതിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കണില്ല, ജനങ്ങളുമായിട്ട് സമ്പർക്കമില്ല, സംസാരമില്ല, ഒരു സ്പെഷ്യൽ വസ്ത്രം ധരിക്കുക. ഇതൊക്കെ അവർക്ക് ഉണ്ടാക്കിയൊരു രീതിയാണ്.
നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ കൗമിലും ചിലപ്പോൾ ഞാൻ വലിയ എന്തോ ഒരു പ്രത്യേക വേഷമൊക്കെ ധരിച്ചിട്ട് കേരളത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തിനൊരു വേഷമുണ്ട്, അതൊക്കെ മാറിയിട്ട് ഒരു സ്പെഷ്യൽ കോലത്തിൽ നാട്ടിലൊന്നും ഇല്ലാത്തൊരു ഗരീബ്, ഒരു അപരിചിതനെ പോലെ ജീവിക്കുന്ന ഒരു രീതി നമ്മൾക്കത് ഉണ്ടാക്കരുത്. 5 നേരം നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഇസ്ലാമിനനുസരിച്ച് ജീവിക്കാനും നമ്മുടെ നാട്ടിലത്തെ വേഷത്തിനൊരു കുഴപ്പമില്ല. നിര്യാണിക്ക് മേലെ ആണുങ്ങളെ വസ്ത്രം ധരിക്കണം, മുഖവും മുൻകൈ ഒഴികെ ബാക്കിയൊക്കെ പെണ്ണുങ്ങളെ മറക്കുകയും വേണം എന്നതിലപ്പുറത്തേക്ക് പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ എന്നെ തോന്നുമ്പോൾ നാട്ടിലൊന്നും അറബിയുടെ ഡ്രസ്സ് അത് അറബിയുടെ നാട്ടിലത്തെ ഡ്രസ്സാണത്, അതും ഒരു പ്രത്യേകമായിട്ട് ധരിക്കുക. ഇസ്ലാമിൽ ഇപ്പം ശരിക്കും അങ്ങനെ ഉണ്ട് താനും. എന്നെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരു സ്പെഷ്യൽ വസ്ത്രം ധരിക്കുക ശുഹ്റത്തിൻ്റെ, അത് പാടില്ല അല്ലേ. ഓരോരുത്തർക്ക് വേഷങ്ങളുണ്ട്. ഞാൻ സ്ത്രീകളെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയൊക്കെ മറക്കണമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ടത് പറഞ്ഞു. ഒരു പെണ്ണിന് മുഖം മറക്കുന്നു തോന്നുന്നു അല്ലേ, അവൾക്കത് നിക്കാബ് ധരിക്കണം തോന്നുകയാണ്, ഹൈർ അൽഹംദുലില്ലാ, അതിൻ്റെ പ്രതിഫലം അവൾക്ക് കിട്ടും, കളിയാക്കാൻ പാടില്ല. ഇതല്ല കേട്ടോ. ഒരു തരം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഒരു തപസ് ഉണ്ടാക്കുക, ഒരേപോലെ വിജനപ്രദേശത്ത് എന്ത് ചെയ്യുക, പോയി നിൽക്കുക, പ്രത്യേകമായ നോമ്പുകൾ, ഇതൊന്നും പഠിപ്പിക്കാത്ത നിലയ്ക്ക് ഒരു കുടുസായ ജീവിതത്തെ ആകെ ഇതൊക്കെയാണ് സുഹൃദ്, ഇതൊക്കെയാണ് ഐഹിക ജീവിതത്തിൻ്റെ വിരക്തി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ജീവിതം നയിച്ച ക്രൈസ്തവർ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് വറഹ്ബാനിയത്തൻ ഇബ്തദഉഹ, അവരൊരു പ്രത്യേകതരം ജീവിതം എന്ത് ചെയ്തു, അവരുണ്ടാക്കി. മാ കതബനാഹ, നാം എന്ത് ചെയ്തിട്ടില്ല, അതവർക്ക് നിയമാക്കിയിട്ടൊന്നുമില്ല, അത് അവരുണ്ടാക്കിയതാണ്. മാ കതബനാഹ അലൈഹിം ഇല്ലാ ഇബ്തിഗാഅ റിദ്വാനില്ലാഹ്, അവർ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ക്രൈസ്തവർ ഇന്ന് ആ നിലക്ക് എന്ത് ചെയ്തത്, അന്നുണ്ടാക്കിയത്. അന്ന് തുടക്കം കുറിച്ച ഈ ആചാരങ്ങൾ, ഇത്തരം അനാചാരങ്ങൾ ഇന്ന് ജീവിക്കുന്ന ക്രൈസ്തവർക്ക് പോലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലക്ക് ജീവിതത്തിൽ അല്ലെ അള്ളാഹു അനുവദിച്ചതിനെ ഹറാമാക്കിയതിനെ അനുവദിക്കുകയും ചെയ്യുന്ന രീതിയിൽ പലതരത്തിലുള്ള സന്യാസ ജീവിതങ്ങളൊക്കെ കാണാം. അത് ഈ കൗമിന്റെ പേരിലുണ്ട് അല്ലെ. നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്രത്യേക സൂഫികളൊക്കെ ഒരു പ്രത്യേകമായ പാട്ട്, പ്രത്യേകമായ മ്യൂസിക്, പ്രത്യേകമായ കൗമാണത്. എന്തൊക്കെ രീതിയിലാണ് ഇന്ത്യയിലുള്ളത്, എല്ലാം ഉള്ള സ്ഥലമല്ലേ ഇന്ത്യ അല്ലേ. കള്ളപ്രവാചകനുണ്ട് അല്ലേ, ഖാദിയാനികൾ, അതേ മിർസ ഗുലാമിനെ പറ്റി പറയുന്നില്ലേ, പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം അവസാനമില്ല, മലയാളിയായ മഹദി ഇമാം, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഉണ്ട്, എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്, എല്ലാ കൗമിലും ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് കച്ചവടം ഒഴിവാക്കേണ്ട വിഷയമില്ല, കുടുംബജീവിതം ഒഴിവാക്കേണ്ട വിഷയമില്ല. റസൂലുള്ളാഹിയുടെ ഹദീസ്, ഞാൻ ഇന്നലത്തെ ഹദീസ് ക്ലാസ്സിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം അല്ലെ. അമാനി വരെ അത് എടുത്ത് കൊടുക്കുന്നുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ. എന്താ ഒരു പ്രത്യേകം പഠിപ്പിക്കാത്ത സന്യാസ ജീവിതം, റസൂലുള്ളാഹിയുടെ ജീവിത രീതി എങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹിയുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നു, ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ ഈ ആളുകൾ, സഹാബികൾ പറഞ്ഞില്ലേ, ഞാനിനി രാത്രി ഉറങ്ങൂല, ഫുൾ നിസ്കാരായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ഞാനിനി ഉറങ്ങൂല, ഞാൻ ഫുള്ള് ഇബാദത്തായിരിക്കും. വേറെ സാബി പറഞ്ഞു ഞാൻ ഫുള്ള് നോമ്പായിരിക്കും എല്ലാ ദിവസവും. വേറെ സാബി പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുകയില്ല. ഇതറിഞ്ഞ റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തില്ലേ, അതേ റസൂല, നിങ്ങൾ ഇത്ര ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഇതെങ്കിലും ചെയ്യണ്ടേ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, ഞാൻ നോമ്പുള്ള ദിവസമുണ്ട്, നോമ്പില്ലാത്ത ദിവസവും എനിക്കുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ചര്യയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരം നടപടി ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതെന്തില്ല, എന്നിൽപ്പെട്ടവനല്ല. വേറൊരു സാഹചര്യം നേർച്ച നേർന്നിട്ട് വെയിലത്ത് നിൽക്കുന്ന പൊരി വെയിലത്ത് നോമ്പെടുത്തിട്ട്, ഇങ്ങനത്തെ നേർച്ചയില്ല ഇസ്ലാമിൽ, ഇങ്ങനത്തെ രീതി ഇസ്ലാമിലില്ല. ശരീരത്തെ കഠിനമായി ശിക്ഷിക്കുക, കത്തിയെടുത്ത് കുത്തുക, നമ്മൾ പറയില്ലേ തട്ടിപ്പാകട്ടെ വെട്ടിപ്പൂത്താറാത്തീവ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആട്ടദിക്കറുകൾ അല്ലേ, പ്രത്യേകമായ സൂഫിസത്തിൽ നിന്ന് വരുന്നതാണിത്. പ്രത്യേകമായ ഡാൻസ്, പ്രത്യേകമായ പാട്ട്, ആണും പെണ്ണും അഴിഞ്ഞാടുകയാണ്. കണ്ടില്ലേ നിങ്ങൾ അല്ലേ, ഓരോരോ തങ്ങന്മാര് എന്ന പേര് പറഞ്ഞിട്ട് നബി കുടുംബത്തെ പറയിപ്പിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പദവിയെ പറയിപ്പിക്കാം എന്നുള്ള രീതിയിൽ പോലും ആളുകൾ ചെയ്യുന്ന കണ്ടില്ലേ തോന്നിവാസങ്ങള് അല്ലേ. ആണും പെണ്ണും മിക്സ് ചെയ്തിട്ട് അങ്ങനെ പാട്ടിനനുസരിച്ച് തുള്ളുകയാണ്, തങ്ങളെ വന്ന് മുത്തുകയാണ്, തങ്ങൾ അന്യ പെണ്ണുങ്ങളൊക്കെ തൊടുകയാണ്. ഇതൊക്കെ എന്തിന്റെ പേരില്ല, ഇത്തരം സന്യാസം സൂഫിസത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അവസാനം ഞാൻ തന്നെയാണ് അള്ളാഹ് എന്ന് പറയുന്ന രീതിയിലേക്ക് അല്ലേ. അങ്ങനെയാ ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ അല്ലേ, എല്ലാം പറഞ്ഞ് അവസാനം ഞാൻ തന്നെയാണ് അള്ളാഹ്,
ഞാൻ തന്നെയാണ് അല്ല എന്ന രീതിയിലേക്ക് ഹാ ഹു ഹി ഒക്കെ പറഞ്ഞുള്ള ദിക്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഇത്തരം ഒരു രീതി, ഒരു ജീവിത രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വേറെ കുറെ ആൾക്കാരൊക്കെ കണ്ടില്ലേ നിങ്ങൾ, 4 മാസത്തേക്കും 5 മാസത്തേക്കും പോവുകയാണ്. ഇങ്ങനൊരു രീതി സഹോദരങ്ങളെ ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിലും ഏത് കൗമിൻ്റെ കൂടെയും ജീവിക്കുമ്പോഴും അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു മതമാണ് ഇസ്ലാം. നമ്മൾ ഒളിച്ചു മാറുകയല്ല വേണ്ടത്. നമ്മളെന്താ ചെയ്യേണ്ടത്? മറിച്ച് നമ്മൾ വേണ്ടത് എല്ലാവരുടെ മുമ്പിലും ജീവിച്ചിട്ട് ഇസ്ലാമിൻ്റെ ആദർശം അനുസരിച്ച് ജീവിച്ച് കാണിക്കാൻ വേണ്ടത്. അള്ളാഹു റസൂലിൻ്റെ ഹദീസിൽ കാണാം അല്ലെ, 72ഓളം കൗമുണ്ട് ക്രൈസ്തവർ. അതേപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു പറയുന്നുണ്ട്, പിന്നെ ഇസ്രായേൽ സന്തതികൾ 72ഓളം വിഭാഗമുണ്ട് അല്ലേ. അതിൽ നിന്ന് തന്നെ ചില ആൾക്കാരുടെ പ്രത്യേകത, അവര് പിന്നെ ശക്തമായിട്ട് ഈസാനിയുടെ കാലശേഷമുള്ള രാജാക്കന്മാരോട് അഥവാ രാജാക്കന്മാരോട് വാദിക്കുകയും അവരാ നിലക്ക് കൊല്ലപ്പെടേണ്ടി വരികയും ചെയ്തു. രാജാക്കന്മാരെ അവരെ മർദ്ദിച്ചു. തോന്നിവാസികളായ രാജാക്കന്മാരാ, അവര് സ്വർഗത്തിലാണ്. വേറെ ചില ആളുകൾ കഴിവില്ല എന്നിട്ടും രാജാക്കന്മാരെ സത്യദീനിലേക്ക് ക്ഷണിച്ചു, അവരെയും കൊന്നു, അവരും ഖൈർ. വേറെ ടീമാകട്ടെ ദുർബലരാണ്, ഇതൊന്നും കഴിയാത്തതുകൊണ്ട് മലമുകളിലേക്കും ഒഴിഞ്ഞ ഭാഗത്തേക്കും പോയി സന്യാസ ജീവിതം ആരംഭിച്ചു. അവരിൽ നിന്നാണ് പിന്നീട് പല അനാചാരങ്ങളും ആ സമുദായത്തിൽ ഉണ്ടായത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നു. അഥവാ അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്തത്, മറ്റൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഇന്ന് ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കാരും. റജബ് മാസത്തിൽ പ്രത്യേകമായ സ്വലാത്തും പ്രത്യേകമായ നോമ്പും പ്രത്യേകമായ യാസീനൊക്കെ ഓതുന്ന ആളുകൾ എന്തെങ്കിലും തോന്നിയാസം കളിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, എന്തെങ്കിലും അള്ളാഹിന്റെ പൊരുത്തത്തിൽ മാത്രം ആഗ്രഹിക്കണം. പക്ഷെ അള്ള പറയണ്ടേ? അള്ള പറയാതെ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ തോന്നണം അള്ളാഹിനെ നല്ല പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി മുഴുവനായിട്ട് നിസ്കരിക്കണം. ഒരു നിസ്കാരം കുറേ റുക്കുഅ് കുറേ സുജൂദ് പറ്റൂല്ല. ലോറ് നിസ്കരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് നല്ലോണം ഒരു 4-5 സുജൂദ് ഒരൊക്കെ തന്നെയാണ് പോട്ടെ, അള്ളാഹിന്റെ പൊരുത്തം പറ്റുമോ ഇല്ല. ഇതുപോലെയാണ് ഞാൻ ചെല്ലുന്ന സ്വലാത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. റജബ് മാസത്തിൽ ഞാനൊരു സ്പെഷ്യൽ നോമ്പെടുക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞോ അങ്ങനെ? സ്പെഷ്യൽ സ്വലാത്ത് പറഞ്ഞോ? യാസീൻ ഓതാൻ പറഞ്ഞോ? ഖുർആൻ സ്പെഷ്യലായിട്ട് ഓതാൻ പറഞ്ഞോ? എല്ലാ മാസം പോലെ പവിത്രമായ മാസമാണ്. ഒരു സ്പെഷ്യൽ ഇബാദത്ത് റജബ് എന്ന നിലക്ക് ഏതെങ്കിലും ദിവസം റജബിന്റെ നോമ്പോ റജബിന്റെ സ്വലാത്തോ റജബിന്റെ പിന്നെ അദ്കാറുകളോ ഇല്ല, അങ്ങനെയില്ല. പഠിപ്പിച്ചത് നിൽക്കണം. നാരിയ സ്വലാത്ത്, താജുസ്വലാത്ത്, അതേപോലെ പിന്നെ മറ്റാണവ സ്വലാത്തുകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണോ, ചെയ്തതാണോ, കാണിച്ചതാണോ ചെയ്യാം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നത് പോലെ ഞാനെങ്ങ് ചെയ്യലാണോ? അല്ല. ഓരോരുത്തർക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണ് സഹോദരങ്ങളെ. എങ്ങനെ ഇല്ല? ഇതേതുകൊണ്ട് തന്നെയാണ് എന്തും നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന പറ്റുമോ ഇല്ലേ? അള്ളാഹു റസൂൽ പറഞ്ഞോ, ചെയ്തോ, അനുവാദം കൊടുത്തോ? ഓക്കെ, ഉണ്ടെങ്കിൽ ഇല്ല വേണ്ട. സുബഹിക്ക് ഖുനൂത്ത് റസൂലുള്ളാഹി ഓതിയോ, അല്ലെങ്കിൽ ഓതാൻ പറഞ്ഞോ, അല്ലെങ്കിൽ സഹാബികൾ ഓതിയപ്പോൾ അംഗീകരിച്ചോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മതത്തിൽ അതില്ല. ഉണ്ടെങ്കിലാണ് ഉണ്ടാകേണ്ടത്, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് ശരിക്കുള്ള ദീൻ. അള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച് എന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്യലല്ല എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കും. അതുകൊണ്ട് ജൂതന്മാരെ ഈ പിന്നെ വേദക്കാരെ പറ്റി പറയാം, കിതാബ്, അല്ലയോ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, ദീനിൽ നിങ്ങൾ അതിര് കവിയരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിര് കവിയരുത്. അതിര് കവിയുമ്പോഴാണ് ഇത്തരം ബിദ്അത്തുകളും മറ്റും പലതും വരിക. ഇന്ന് സമുദായത്തിലുള്ളത് തന്നെയാണ്. മതത്തിൽ അതിര് കവിയ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിൽ നിന്ന് അവിടെ നിൽക്കുക, ഹലാലാക്കിയത് ഹറാമാക്കണ്ട. ഒരാൾ നല്ല വസ്ത്രം, ഒരു മുണ്ടും ഒരു ഷർട്ടും ഒക്കെ ധരിച്ചു പോകുമ്പോൾ കണ്ടു ഓക്കെ അങ്ങനെ പറയണ്ട. അയാൾക്ക് അനുവദിച്ചതാണത്, ഹറാമാക്കണ്ട. അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കണ്ട. അല്ലേ? സൂഫിസത്തിന്റെ പേര് പറഞ്ഞിട്ട്, ഭക്തിയുടെ പേര് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ലൈറ്റുകളും സ്പെഷ്യൽ മ്യൂസിക്കുകളും സ്പെഷ്യൽ ആർട്ടും പാട്ടും, ഇത് പാടില്ല. അത് പാടില്ലാത്തതാണ്. എന്താണെങ്കിലും അതിനാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വന്നു. പുറം നാടുകളിലായിരുന്നു ഇത്തരം ബുർദ മജ്ലിസിന്റെ പേരും പലേത് പറഞ്ഞിട്ടും ഇതൊക്കെ വരികയാണ്. സഹോദരങ്ങളെ, എന്താകട്ടെ, ഉദ്ദേശം നല്ലതായാൽ പോരാ. ഒരാൾക്ക് ഉദ്ദേശം നല്ലതായി ലോഹർ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, 2 റുക്കൂഅ് പറ്റില്ലല്ലോ ലോഹറിൽ. എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യണം. ഇത് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. നിങ്ങൾ ഇതിൻ്റെ കൂടെ അമാനിയുള്ള തഫ്സീറും കൂടെ ഒന്ന് വായിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ എന്തോ ആകട്ടെ, നമ്മൾക്ക് ഇസ്ലാമിൻ്റെ ഒരു പൗരോഹിത്യം, ഇസ്ലാമിൻ്റെ ഒരു സന്യാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതല്ല. അതിന് അനുവാദം ഉണ്ട്. അപ്പോൾ മുഴുവൻ ഫിത്നകളും ദീനനുസരിച്ചിട്ട് എവിടെയും ജീവിക്കാൻ കഴിയാത്തൊരു സമയത്ത് ഹൈറാണ്
അല്ലേ, മലമുകളിൽ പോയിട്ട് അത്തരം പിന്നെ താഴ്വരകളിൽ പോയിട്ട് ആടിനെ മേച്ച് ജീവിക്കുന്ന ഒരു നിലക്കൊരവസ്ഥ, അത് അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോഴാണ്. അല്ലാതെ ഇപ്പോഴേ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റൂല എന്ന് കുറേ ആൾക്കാർ, സൗദി അറേബ്യ പോലും ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാർ വേറെ കുറേ ആൾക്കാർ, എന്നിട്ട് പോകുന്നത് ഏത് രാജ്യത്തേക്കാ? ഇതേപോലത്തെ രാജ്യത്തേക്ക്, ഇതേപോലത്തെ മറ്റൊരു നാട്ടിലേക്ക്, എന്നിട്ടൊരു സ്പെഷ്യൽ ക്യാമ്പുകളും മറ്റൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല, ഇന്ത്യ കുഫറിന്റെ നാടാണ്. എന്നിട്ട് വേറെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏത് പാസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്? ഈ പാസ്പോർട്ടൊക്കെ തെറ്റല്ലേ? ഇത് യൂസ് ചെയ്യാൻ പറ്റൂ? എന്തൊക്കെ രീതിയിലാ അല്ലേ? നേരെ മറിച്ച് പണ്ഡിത ലോകം പറഞ്ഞു, ഇങ്ങനത്തെ ചിന്താഗതി, അതിരുകവിഞ്ഞ ചിന്താഗതി സ്വന്തം നാട്ടിൽ നിന്ന് ഇതുപോലെ എല്ലാവരും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു നാട് മുഴുവൻ കുഫറിന്റെ നാടായിട്ട് പിന്നീടാ മാറുന്നത്. ഒരു നാട്ടിൽ നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, ജുമ നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ ഖൈറാണ്. പരീക്ഷണങ്ങൾ, നമ്മുടെ ബാധ്യത എന്താണ്? നമ്മുടെ ബാധ്യത ആ നിലയ്ക്ക് ഇസ്ലാമിക ദഅവത്ത് നടത്തലാണ്. നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, അതേപോലെ ദഅവത്ത് നടത്തുകയും ചെയ്യുക, അതിലാണ് ഖൈർ. നേരെ മറിച്ചിട്ട് ഇതുപോലെ കല്യാണം കഴിക്കാതെ എന്നും നോമ്പെടുക്കുക, ഭക്ഷണം കഴിക്കാതെ എന്നും നേർച്ച, കുടുംബമില്ല, മക്കളില്ല, കണ്ണിനോടും ശരീരത്തോടും ഒക്കെയുള്ള ബാധ്യതകളെല്ലാം മറന്നുകൊണ്ടൊരു സന്യാസി ജീവിതം സഹോദരങ്ങളെ ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹ് അങ്ങനെ നിയോഗിച്ചിട്ടില്ല, അവർ അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തു എന്നല്ലാതെ. എന്നാലും അവർ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുമില്ല, അതിനെ പാലിക്കേണ്ട മുറപ്രകാരം ചെയ്തിട്ടില്ല, അതൊന്നും അവർ ചെയ്തിട്ടുമില്ല. ഈ നിലക്ക് എന്തില്ല, അത് പാടുമില്ല. എല്ലാ നിലക്കും എന്തുണ്ട്, ചെയ്യുന്ന ആ വിഷയം അള്ളാഹ് എങ്ങനെ പറഞ്ഞോ അങ്ങനെ ചെയ്യണം. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹ് അവസാനിപ്പിക്കുന്നു ഈ ആയത്ത്, വിശ്വസിച്ചവർക്ക്, അവരിൽ നിന്ന് വിശ്വസിച്ചവർക്ക് നാം കൂലി നൽകി. ഒട്ടുമിക്ക ആളുകളും അത് അവരിൽ തെമ്മാടികളാണ്. ഇപ്പൊ മനസ്സിലായില്ല, ശരിക്ക് വിശ്വസിക്കുന്നവർക്കാണ് അള്ളാഹ് കൂലി കൊടുത്തത്. ബഹുഭൂരിഭാഗവും പല പേര് പറഞ്ഞിട്ടും അതിരി കവിഞ്ഞിട്ടും സന്യാസം കൊണ്ടും പൗരോഹിത്യം കൊണ്ടും ഒക്കെ എന്തായി, പിഴച്ചുപോയി തോന്നിവാസികളായിട്ട് മാറി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവി അവസാനം സൂചിപ്പിച്ചൊരു വിഷയം കൂടി ഗൗരവത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ സന്യാസ ജീവിതം എന്താണ്, സൂഫിസം എന്താണെന്നൊക്കെ ചെറുതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക, അതിന് നമ്മുടെ കച്ചവടം ഒന്നും ഒഴിവാക്കേണ്ടതില്ല, ഹലാലായ നിലക്കുള്ള എല്ലാം നമ്മൾക്ക് ചെയ്യാം. പക്ഷേ നമ്മളാണ് പുരോഗമനക്കാർ, ഇതൊക്കെ ഇസ്ലാമിലെ ചില നിയമങ്ങളൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം ചിലപ്പോഴും അല്ലെ ദിക്റുകൾ ചെല്ലുന്നവരെ പരിഹസിക്കുക. അതൊക്കെ പറഞ്ഞിട്ടായിരുന്നു പണ്ട്. പിന്നെ ഈ റോഡിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പോകുമ്പോൾ ഒരു പ്രാന്തം കണ്ടില്ല, ഇങ്ങനെ ലാ ഇലാഹ ചൊല്ലിപ്പോകുന്നത് അല്ലെ. നടത്തത്തിലും ഇരുത്തത്തിലും ഡ്രൈവിങ്ങിലും ജോലിക്കിടയിലും ഒക്കെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കുക. റസൂൽ സദസ്സിലിരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് ഒരുപാട് അധികരിപ്പിക്കും, 100 തവണ അതിലപ്പുറം അധികരിപ്പിക്കും അല്ലെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുണ്ട്, ഉറക്കുന്ന ഞെട്ടി എഴുന്നേറ്റാ ദിക്റുണ്ട്, എഴുന്നേറ്റാ ദിക്റുണ്ട്, ബാത്റൂമിൽ പോകുമ്പോഴും വരുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോൾ ദിക്റുണ്ട്, വീട്ടിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ദിക്റുണ്ട്, 2-3 ദിക്റുകളുണ്ട് അല്ലേ. വാഹനത്തിൽ കയറുമ്പോൾ ദിക്റുണ്ട്, വാഹനം കയറ്റം കയറുമ്പോൾ ദിക്റുണ്ട്, ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്, ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ദിക്റുണ്ട്, തിരിച്ചവിടുന്ന് വരുമ്പോൾ മറ്റൊരു ദിക്റുണ്ട് അല്ലെ. ഇതേപോലെ തന്നെ പിന്നെ രാവിലെയും വൈകുന്നേരങ്ങളിൽ ദിക്റുണ്ട്, രോഗി സ്വയം ചെയ്യേണ്ട ദിക്റുകൾ, പ്രാർത്ഥനകൾ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ എത്ര അധികാറുകളുണ്ട് സഹോദരൻ. ടെൻഷൻ വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ, പറഞ്ഞാൽ തീരില്ല അത്രയും അധികാറുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെല്ലേണ്ടതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ദിക്റുകൾ, സ്വലാത്തുകളാകട്ടെ, ഒരു സ്വലാത്തിന് 10 കൂലിയാണ്. നമ്മളൊരു സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേര് ചൊല്ലിയാൽ അള്ളാഹു നമ്മൾക്ക് 10 ഗുണം ഇവിടെ മലഉൽ അഅലയിൽ വെച്ചിട്ട് അള്ളാഹ് ഇങ്ങോട്ട് ചെയ്യാണ്. നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളൂ അല്ലേ. ആ സ്വലാത്തുണ്ട്. അതിന് ബാങ്ക് കൊടുത്താൽ ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട്. അതേപോലെ തന്നെ അല്ലേ, പിന്നെ നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്. എവിടെയാ സ്വലാത്ത് ഇല്ലാതെ ഒരു ദിവസം ചെല്ലേണ്ട എണ്ണം പറഞ്ഞ് ചെല്ലേണ്ട സ്വലാത്തുണ്ട്, എണ്ണമില്ലാതെ എത്രയും ചെല്ലാം. മറ്റുള്ള അതേപോലെ തസ്ബീഹുകളുണ്ട്, തഹ്ലീലുകളുണ്ട്, തക്ബീറുകളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നൊരു പഴഞ്ചനായിട്ടും നമ്മൾ സ്റ്റാൻഡേർഡ് മുസ്ലിം, നല്ലൊരു പെണ്ണുകുപ്പായിക്കിട്ട് ഞാനാണ് സ്റ്റാൻഡേർഡ് മുസ്ലിം, ഖുർആൻ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല അല്ലേ. നമ്മുടെ കല്യാണം, നമ്മുടെ ഇതൊക്കെ വരുമ്പോൾ അതൊന്നും ഇത്ര കടുംപിടുത്തം പിടിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുന്ന ആളുകളെ പഴഞ്ചനും ഒരു പ്രത്യേക ഒരു സന്യാസി എന്ന് പറഞ്ഞിട്ട് തടിയൂരുന്നൊരു പരിപാടിയുണ്ട്. അത് പാടില്ല. ഇതൊക്കെ നമ്മളാ ചെയ്യേണ്ടത്. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ, ളുഹാ നിസ്കാരം അല്ലെ, തഹജ്ജുദ് നിസ്കാരം, അതേപോലെ തന്നെ റവാത്തിബ് നിസ്കാരങ്ങൾ,
അതേപോലെ തന്നെ മറ്റുള്ള അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം എപ്പോഴാണോ തോന്നുന്ന നിസ്കാരം വിരോധിക്കപ്പെടാത്ത സമയത്തുള്ള നിസ്കാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യുക. ആ നിലയ്ക്ക് അതിനെ പൗരോഹിത്യത്തിന്റെ ഗണത്തിലേക്ക് എണ്ണിയിട്ട് നമ്മൾ ഒരു ഞെളിയുള്ള ഒരു പുരോഗമനവാദക്കാരായിട്ട് വേണ്ട. അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും നമ്മൾക്ക് ഗൈഡാണ്. എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യരുത് എന്നുള്ള ഗൈഡാണ്. അത് കൃത്യമായി ഫോളോ ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.